സർ, കഴിഞ്ഞ ഇലക്ഷന് UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്ന PV അൻവർ തോറ്റുപോയി. അപ്പം അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ആരോപണം വളരെ ശ്രദ്ധിക്കപ്പെട്ടു. എന്നെ തോൽപ്പിച്ചത് ചതിയൻ ചന്തുവാണ് എന്നാണ് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കൊരു സംശയം തോന്നും, ആരാണ് ഈ ചതിയൻ ചന്തു? ചതിയൻ ചന്തു ആരാണെന്ന് അൻവറിന്റെ ഭാഷയിലുള്ളത് അറിയണമെങ്കിൽ നമുക്ക് അൻവറിന്റെ ഇപ്പോഴത്തെ വർത്തമാനം മാത്രം പറഞ്ഞാൽ പോരാ. അൻവറിന്റെ പഴയ കഥകളിലേക്കും കൂടെ ഒന്ന് പോയാലേ പറ്റുള്ളൂ. കുറച്ച് ഹിസ്റ്ററി നോക്കിയാലേ ഈ ചതിയൻ ചന്തു ആരെന്ന് അറിയാൻ പറ്റുള്ളൂ. കാരണം അൻവർ പറയുന്ന വാക്കും പഴയ ചാക്കും ഒരുപോലെയാണ്. അൻവർ ഈ വാക്കിന്റെ പുറത്താണ് നിൽക്കുന്നത്. വാചകം എന്ത് പഠിച്ചളെ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന കാളിദാസനാണ് ഈ അൻവർ. മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ആ കൊമ്പ് മുറിക്കും, ഇടതുമുന്നണിയിൽ നിന്ന് ആ കൊമ്പ് മുറിക്കും. അത് കഴിഞ്ഞ് UDF വന്നാൽ UDF കൊമ്പ് മുറിക്കും. മുസ്ലിം ലീഗാണ് പിന്തുണ കൊടുക്കുന്നതെങ്കിൽ മുസ്ലിം ലീഗിന്റെ കാൻഡിഡേറ്റ്സിന് എതിരായിട്ട് വേണമെങ്കിൽ അദ്ദേഹം സ്ഥാനാർത്ഥി വരെ ആകും. നിലമ്പൂരിൽ നമ്മൾ കണ്ടതാണ്. ആര്യാടൻ ഷൗക്കത്തിനെതിരെ അദ്ദേഹം മത്സരിക്കാനായ ആദ്യം മുസ്ലിം ലീഗാണ് അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവന്നത് ഇപ്പുറത്ത്. അപ്പൊ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്തിനെതിരെ പോലും അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് നിന്നുകളയും. ഇങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേകതകളുണ്ട് അദ്ദേഹത്തിന്. പിന്നെ CPM-ൽ നിന്നുകൊണ്ട് CPI-ക്ക് ചവിട്ട് കൊടുക്കും. CPI-ൽ തന്നെ CPM-ൽ തന്നെ നിന്നുകൊണ്ട് CPM-ലെ പിണറായിക്ക് വിരുദ്ധമായിട്ടുള്ളവർക്ക് ചവിട്ട് കൊടുക്കും. പിന്നെ ഒരു ഘട്ടത്തിൽ പിണറായിസം എന്ന് പറഞ്ഞുകൊണ്ട് പിണറായിക്കെതിരെ തന്നെ അദ്ദേഹം രംഗത്ത് വന്നു. അങ്ങനെ പിണറായി അവിടുന്ന് ഓടിക്കും എന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ അദ്ദേഹം തിരിച്ചിറങ്ങി ഓടി വന്നിട്ട് പിണറായി മഹാ അഴിമതിക്കാരനാണ്, കുഴപ്പക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിപ്ലവം ഉണ്ടാക്കിയ ആളാണ്. അപ്പോൾ VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF ഇതിനെ വലിയ രീതിയിൽ അങ്ങ് സ്വീകരിച്ചില്ല. പക്ഷേ മുസ്ലിം ലീഗിന് ഇദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു. കാരണം ഈ 102 സീറ്റൊന്നും കിട്ടുമെന്നുള്ളത് അവർക്ക് ഉറപ്പില്ലല്ലോ. അതുകൊണ്ടാണ് ഈ പ്രിയദർശിനി അടക്കമുള്ള സൗജന്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചത്. കാരണം എങ്ങനെയെങ്കിലും ഇത്തവണ ഭരണത്തിൽ വന്നില്ലെങ്കിൽ ലീഗിനെ സംബന്ധിച്ചോളം നിൽക്കാൻ നോക്കില്ല. കോൺഗ്രസിന് അതിനേക്കാൾ വലിയ അടിയാവും. കോൺഗ്രസിലുള്ളവർ ചിലപ്പം കുറെ പേര് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഇടതുമുന്നണിയിലേക്കും കുറെ പേര് BJP-യിലേക്കൊക്കെ പോയെന്നിരിക്കും. വലിയ പ്രതിസന്ധിയിലേക്ക് വന്നതന്നെ. അപ്പൊ എങ്ങനെയും ഭരണം പിടിക്കുക എന്നുള്ളത് VD സതീശന്റെ ഒരു ലക്ഷ്യമായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും അദ്ദേഹം ഈ അൻവറിനെ കൂട്ടാൻ തയ്യാറായില്ല. കാരണം അൻവർ ഇരുതല വാള് പോലത്തെ നാക്കുള്ള ആളാണെന്നറിയാം. എപ്പോൾ എവിടെ വെട്ടു എന്നുള്ളത് അൻവറിനെ കുറിച്ച് പലർക്കും പേടിയാണ്. അദ്ദേഹത്തിന്റെ രീതി അതാണ്. അദ്ദേഹത്തിന്റെ തൊഴിലെന്ന് പറയുന്നത് ഖനനമാണ്. അപ്പൊ ഇരിക്കുന്നിടം കുഴിച്ച് താഴോട്ട് പോയി സ്വർണ്ണം എടുക്കുന്ന പരിപാടി, ചെമ്പെടുക്കുന്ന പരിപാടി, കൽക്കരി എടുക്കുന്ന പരിപാടിയൊക്കെയാണ് അദ്ദേഹത്തിന് താല്പര്യം. അപ്പൊ അത് രാഷ്ട്രീയത്തിലും അദ്ദേഹം ഇങ്ങനെയാണ്, ഇരിക്കുന്നിടത്തും കുഴിച്ച് ഖനനം ചെയ്തത്. ഈ ഖനനത്തിൽ വിദഗ്ധനായതുകൊണ്ട് VD സതീശന് ഈ ആളെ കാണുമ്പോൾ അറിയാം. അദ്ദേഹം പണ്ടേ വരട്ടി നിർത്തിയത്. അപ്പൊ എല്ലാവരും പറഞ്ഞു പിന്നെ അൻവറിനെ നിലമ്പൂർ നിർത്തിയില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. അപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനോട് ഒന്ന് മാറി നിൽക്കാൻ പറ. നിലമ്പൂർ കൊടുത്താൽ അൻവറിനെ വീണ്ടും നിയമസഭയെ കൊണ്ടുവന്ന് ഈ പിണറായി വിജയനെ എടുത്തിട്ട് ചവിട്ടും അദ്ദേഹം. അത് നമുക്ക് കണ്ട് സൂഹിക്കാം. VD സതീശനൊന്നും അത്ര മൂർച്ച പോരാ, അൻവറിന്റെ നാക്ക് തന്നെ വേണമെന്നൊക്കെ പറഞ്ഞു. അത് പൂർണ്ണമായിട്ടും പിന്നെ നിഷേധിക്കാതെ മുസ്ലിം ലീഗും ഒക്കെ അങ്ങനെ നിന്നിരുന്നു. പക്ഷെ എന്നാലും VD സതീശൻ കടുംപിടി പിടിച്ചു. ഇത്തവണ ആര്യാടൻ ഷൗക്കത്തായിരിക്കും അവിടുത്തെ സ്ഥാനാർത്ഥി, വേറെ ആരും വേണ്ട. അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനായിരിക്കും സ്ഥാനാർത്ഥി. ആര്യാടൻ ഷൗക്കത്ത് തറച്ചു പറഞ്ഞില്ല. ആരാണോ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരാണോ അയാളായിരിക്കും അവിടെ നിൽക്കാൻ പോകുന്നത്, അല്ലാതെ അൻവർ അല്ല. കോൺഗ്രസിന്റെ സീറ്റാണെന്ന് പറഞ്ഞ് ഉറപ്പിച്ച് നിൽക്കുകയും അദ്ദേഹം മാന്യമായ ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്തിനെ ജയിപ്പിക്കുകയും ചെയ്തു. അപ്പൊ അന്നേ ഇങ്ങനെ ഞാൻ കോൺഗ്രസിലേക്കില്ല, ഞാൻ പടിയിറങ്ങി എന്നൊക്കെ പറഞ്ഞു നിൽക്കുകയായിരുന്നു. അപ്പൊ ഇദ്ദേഹം അതിനിടയ്ക്ക് ഇതിനു മുമ്പായിട്ട് ഈ LDF-ൽ നിന്ന് ഇറങ്ങിയപ്പം ഇദ്ദേഹം പോയി വേറൊരു വേല കാണിച്ചു. നമ്മുടെ മമതാ ബാനർജി ഇന്ത്യ മുഴുവൻ കത്തി നിൽക്കുന്ന ഒരു വനിതാ രത്നമായിട്ട് നിൽക്കുമ്പോൾ അവരെ കൂട്ടുപിടിച്ചു. അൻവർ എന്നപ്പോ അതോടെ അവർക്കും ഗതികേടായി. അവരുടെ തൃണം പോലെ ആയിപ്പോയി. ഒരിടത്തും പച്ച പിടിക്കാതായിപ്പോയി. എന്തായാലും അവരെ നേരെ കാണാൻ സമ്മതിച്ചില്ല. അവർ കൽക്കട്ടയിലേക്ക് നിന്ന് അവർ കാണാൻ സമ്മതിച്ചില്ല. അവരുടെ മരുമോനുണ്ട് ബാനർജി, അയാളെ മാത്രമേ കണ്ടുള്ളൂ. അഭിഷേക് ബാനർജി കണ്ട് എന്തോ സംസാരിച്ച. അപ്പോൾ ഇവിടെ എനിക്ക് UDF-ന്നൊക്കെ LDF-ന്നൊക്കെ ഒത്തിരി പേരിങ്ങ് വരും. മുഹമ്മദ് റിയാസ് ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം, അമ്മായപ്പനും മരുമോനും ഒഴിച്ച് ബാക്കിയല്ല, വീണയും ഒഴിച്ച് ബാക്കിയല്ല എൻ്റെ കൂടെ ഇങ്ങനെ പോരും എന്നൊക്കെ പറഞ്ഞ് മമതയെ ഇളക്കാൻ നോക്കി. മമത ഇതൊന്നും കണ്ടിട്ട് മൈൻഡ് ചെയ്തില്ല. പക്ഷേ ഈ ചെറുക്കൻ അഭിഷേക് ബാനർജി വിചാരിച്ച് കൊള്ളാം എന്നാൽ ഒരു കേരള ഘടകം ഇയാളുടെ തലയിരിക്കട്ടെ എന്ന് തൃണമൂലിന്റെ കേരള ഘടകം ഇങ്ങനെ ഏൽപ്പിച്ചു. അവസാനം തൃണമൂലും പറിച്ച് ദൂരെ കളഞ്ഞ അദ്ദേഹം UDF-ന്റെ കൂടെ സ്വതന്ത്രനായിട്ട് ബേപ്പൂരിൽ നിന്നതാണ് ബേപ്പൂരിന്റെ ചരിത്രം. അപ്പൊ ബേപ്പൂരിൽ ഇദ്ദേഹം ഒരു ഒറ്റയാനായ പോലെയാണ്. ബേപ്പൂർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എളുപ്പത്തിൽ ജയിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. ഒന്ന് അവിടെ മാർക്സിസ്റ്റുകാരുടെ ഒരു കോട്ടയാണ്. ഇന്നുവരെ മാർക്സിസ്റ്റുകാരല്ലാത്ത ഒരുത്തനും അവിടെ ഒന്നും ജയിച്ചിട്ടില്ല. ഭയങ്കര പാടാണ് അവിടെ ഒരാളെ മാർക്സിസ്റ്റ് അല്ലാത്ത ഒരുത്തനെ ജയിപ്പിക്കുക. പിന്നെ മുഹമ്മദ് റിയാസ് ഭരണത്തിൽ വലിയ മികവൊന്നും കാണിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിച്ചു, മണ്ഡലം ഭംഗിയായിട്ട് പരിഷ്കരിക്കുന്നതിൽ
അവിടെ ടൂറിസം പദ്ധതികൾ കൊണ്ട് നടപ്പിലാക്കുന്നതിലൊക്കെ ഈ റിയാസ് വളരെയധികം ശ്രദ്ധിച്ചു. അതുകൊണ്ട് ജനങ്ങൾ റിയാസിനെ പൂർണ്ണമായിട്ടും തഴഞ്ഞില്ല. അദ്ദേഹത്തിന് 28,747 വോട്ടാണ് കഴിഞ്ഞ തവണ കിട്ടിയതെങ്കിൽ ഇത്തവണ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 7,487 കുറച്ചു. അത് അൻവറിന്റെ ഒരു മിടുക്കാണ്. അൻവറിനകത്ത് മിടുക്കില്ല എന്നൊന്നും പറയാനാക്കില്ല. അൻവറിന്റെ വാചകം ഭയങ്കരമായിരുന്നു. പക്ഷേ പ്രവീൺ കുമാർ എന്ന് പറഞ്ഞാൽ DCC പ്രസിഡന്റ് പറയുന്നത് അവിടെ 13 സീറ്റിൽ 13 കിട്ടുമായിരുന്നു കോഴിക്കോട്. ഒരെണ്ണം ബേപ്പൂർ മാത്രമാണ് തോറ്റുപോയത്. അതിന്റെ കാരണം ഈ അവിടെ ഒന്നുകിൽ കോണി ചിഹ്നം വേണമായിരുന്നു, അല്ലെങ്കിൽ കൈപ്പത്തി ചിഹ്നം വേണമായിരുന്നു. അൻവറിന്റെ ചിഹ്നം അതുപോലെയാണ്, ഗ്യാസ് കുറ്റിയാണ്. അൻവറെ ഒരു ഗ്യാസ് കുറ്റിയാണ്. അപ്പോൾ അൻവറിന് കിട്ടിയ ചിഹ്നവും ഗ്യാസ് കുറ്റിയായി പോയി. അപ്പോൾ ഈ ഗ്യാസ് കുറ്റിയിൽ ആളുകൾ വോട്ട് ചെയ്തപ്പോൾ ഒരു 7,000 ചില്ലുവാനും പേര് കുറഞ്ഞുപോയി. 7,000 ചില്ലുവാനും വേണ്ട, പകുതി കിട്ടിയാൽ മതി. 3,000 ചില്ലുവാനും പേര് റിയാസിന്റെ സൈഡിലുള്ളവർ അപ്പുറത്ത് വോട്ട് ചെയ്തെങ്കിൽ ഒരു 10-200 വോട്ടിനെങ്കിലും അൻവർ ജയിച്ചു പോയത്. അപ്പം അൻവർ ഇപ്പം പറയുന്നത് അതാണ് കാരണം. എൻ്റെ കൂടെ നിൽക്കാൻ ഒരുത്തനില്ലായിരുന്നു. വി ഡി സതീശനൊറ്റ ഒരിക്കൽ അവിടെ നിന്നൊരു പ്രസംഗം നടത്തി. ഇവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥി ജയിച്ചാൽ ചിലപ്പോൾ ഒരു മന്ത്രി വരെ അയക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു അവിടെ. പക്ഷെ അതുപോലെ ഒരു പാരയായിരുന്നാണ് ഇപ്പൊ പലരും പറയുന്നത്. കാരണം ഇയാൾ മന്ത്രിയാവുമെങ്കിൽ തീർച്ചയായിട്ടും തോൽപ്പിക്കണമെന്ന് വിചാരിച്ച BJP-ക്കാർ ഉൾപ്പെടെയുള്ളവരവിടെ ഉണ്ട്. അവരെല്ലാം റിയാസിന് കുത്തിക്കാണും. അപ്പൊ അങ്ങനെയും വി ഡി സതീശൻ ഒരു പാര വെച്ചോന്ന് ഇദ്ദേഹത്തിന് സംശയമുണ്ട്. അപ്പോൾ വി ഡി സതീശനെ ഇദ്ദേഹം ഒരു സംശയത്തിലാണ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ചതിയൻ ചന്തു വി ഡി സതീശൻ ആണോ എന്നുള്ളത് തെളിച്ചു പറയാൻ അദ്ദേഹത്തിന് ഇപ്പം ആംബിയർ ഇല്ല. കാരണം കസേരയിൽ ഇരിക്കുകയാണ്. പിന്നെ ഒരുപാട് കുഴപ്പങ്ങളും അഴിമതികളും ഒക്കെ ഇദ്ദേഹത്തിനെതിരെ ഉണ്ട്. അപ്പം വി ഡി സതീശൻ വിചാരിച്ചാൽ പൂട്ടാൻ പറ്റും. അപ്പോൾ വി ഡി സതീശനാണ് ചതിയൻ ചന്തു പറയുന്നില്ല, പക്ഷേ ചതിയൻ ചന്തു ആരാണ് എന്നെ കുഴപ്പത്തിലാക്കിയത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രവീൺ ഉൾപ്പെടെയുള്ളവർ, DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു കഴിഞ്ഞു അവിടെ 13-ൽ 13 ഞങ്ങൾ പിടിച്ചേനെ. വയനാട് പോലെ, ഇടുക്കി പോലെ, പത്തനംതിട്ട പോലെ ഒക്കെ ഞങ്ങൾ 13-ൽ 13 ഞങ്ങൾ പിടിച്ചേനെ. കോട്ടയം പോലെയൊക്കെ പിടിച്ചേനെ. പക്ഷെ ഇത് പറ്റാത്തത് ഈ ഒരു കീറാമുട്ടി ആയതുകൊണ്ടാണെന്ന് പരോക്ഷമായിട്ട് പ്രവീൺ കുമാർ DCC പ്രസിഡന്റ് പറഞ്ഞു. അതിലൊക്കെ അദ്ദേഹത്തിന് വലിയ ദേഷ്യമുണ്ട്. പക്ഷെ എന്നിട്ട് പ്രവീൺ കുമാർ ഇന്നൊരു പ്രസ്താവന വയ്ക്കുന്നുണ്ട്, ഞാൻ അങ്ങനെയല്ല പറഞ്ഞ, കോണിയോ കൈപ്പത്തിയോ ആയിരുന്നു ചിഹ്നമെങ്കിൽ ഈ ഗ്യാസ് കുറ്റി അല്ലാത്ത ഒരു ചിഹ്നമായിരുന്നെങ്കിൽ ജയിച്ചു പോയെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ വേറെ അൻവർ കാക്കയെ ഒരു ദോഷം ചെയ്യാൻ ഞാൻ ഒന്നും പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കൈ ഊരാൻ നോക്കി. കാരണം അൻവർ കാക്കയ്ക്ക് ഒരു കുഴപ്പമുണ്ട്, എതിർത്താൽ പിന്നെ അങ്ങ് അന്ധമായിട്ട് എതിർത്തില്ല. അത് പിണറായി വിജയനായാലും ശരി, വി ഡി സതീശനായാലും ശരി, അതിന് KC വേണുഗോപാലായാലും ശരി, ആരായാലും ശരി, അദ്ദേഹത്തിന് എതിരെ വന്നാൽ പിന്നെ വജ്രായുധം എടുത്തുകൊണ്ട് ഇറങ്ങി അവരെ പിന്നെ ശരിയാക്കാനായിട്ട് നിൽക്കും. ആ കളി തോറ്റത് വി ഡി സതീശൻ്റെ മാത്രമാണ്. പൂർണ്ണമായിട്ടും അദ്ദേഹത്തിനെ കുരുക്കാനോ മെരുക്കാനോ പറ്റിയില്ല. അദ്ദേഹം ചിരിച്ചുകൊണ്ട് നിന്ന് പണി കൊടുത്തു. അപ്പം ആ പണി എന്താണെന്നുള്ളത് അൻവറിനും പിടിയില്ല. നമ്മുടെ ഇവിടെ ഒരു മന്ത്രിയാക്കുമെന്ന് പറഞ്ഞത് പണിയായിരുന്നു എന്ന് അടുത്ത് ജയിച്ചാൽ, ഇദ്ദേഹം ജയിച്ചാൽ ഒരു മന്ത്രി ആയിരിക്കുമെന്ന് വി ഡി സതീശൻ പറഞ്ഞു എന്നാണ് പറയുന്നത് അവിടെ ഇലക്ഷന്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഗ്യാസ് കുറ്റി ചിഹ്നത്തിൽ വോട്ട് ചെയ്യണം, അരിവാൾ ചുറ്റിയിൽ വോട്ട് ചെയ്യരുത്, അല്ലെങ്കിൽ താമരയ്ക്ക് വോട്ട് കൊടുക്കരുത് എന്ന് പറഞ്ഞപ്പം ഈ താമരയ്ക്ക് വോട്ട് ചെയ്തിരുന്നതും അരിവാൾ ചുറ്റിയിൽ വോട്ട് ചെയ്തിരുന്ന പിന്നെ താമരയ്ക്ക് വോട്ട് ചെയ്തിരുന്നവരും പിന്നെ കൈപ്പത്തിയിൽ വോട്ട് ചെയ്തിരുന്നവരും പോലും ചിലര് അരിവാൾ ചുറ്റിക്ക് കൊടുത്തു, ഗ്യാസ് കുറ്റി വിട്ടിട്ട്. അതുകൊണ്ടാണ് 7,000-ന് തോറ്റുപോയെന്നാണ് പറയുന്നത്. എന്തായാലും ഒരു നല്ല പിടിപിടിച്ചു അൻവർ. അതിന് തെറ്റ് പറയാൻ പറ്റില്ല. കാരണം 25,000-ന് അടുപ്പിച്ച് വോട്ടുള്ള ഭൂരിപക്ഷമുള്ള റിയാസ്, അതേപോലെ മണ്ഡലം സംരക്ഷിച്ച റിയാസ് വീണ്ടും നിന്നിട്ട് 7,500-ന് അടുപ്പിച്ചേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞാൽ, ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ അത് വലിയ കുറവ് തന്നെയാണ്. ഏതാണ്ട് ഒരു 17,000 വോട്ട്, 17,000 വോട്ടിന് പുറത്ത് പിന്നെ അൻവർ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് മാറ്റി. അത് പിന്നെ വോട്ടർമാരുടെ എണ്ണം കൂടി. അത് ഒക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ അൻവർ പിടിക്കാവുന്ന മാക്സിമം പിടിച്ചു. പക്ഷെ ഒറ്റയാനായിട്ടാണ് താൻ പിടിച്ചത്. തൻ്റെ പിന്നിൽ ഒരു ചതിയൻ ചന്തു ഉണ്ട് എന്ന് അദ്ദേഹം ഇങ്ങനെ ക്ലിഫ് ഹൗസ് സെക്രട്ടേറിയറ്റ് ഇങ്ങനെ കറക്കി ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അത് പൂർണ്ണമായിട്ടും എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. ചില സമയത്ത് ക്ലിഫ് ഹൗസിന്റെ പരിസരത്തോട്ട് ഇങ്ങനെ കൈപോകും, ചില സമയത്ത് സെക്രട്ടേറിയറ്റിന്റെ പരിസരത്തോട്ട് പോകും, ചില സമയത്ത് നമ്മുടെ മുസ്ലിം ലീഗിന്റെ ആസ്ഥാനത്തേക്ക് പോകും, പണക്കാട് ഭവനത്തിന്റെ അടുത്തോട്ട് ഇങ്ങനെ പോകും. ഈ കൈ ഇങ്ങനെ പോകുന്നല്ലാതെ ഇത് എവിടെയാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയണമെങ്കിൽ കുറച്ച് ദിവസം കൂടെ വേണം. അൻവർ പറയും. അൻവർ, ഞാൻ പറഞ്ഞില്ലേ, അൻവറിന്റെ നാക്കെന്ന് പറഞ്ഞാൽ ഇരുതല വാളിന്റെ ശക്തിയുള്ളതാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ പറയും യഥാർത്ഥ ചന്തു ആരാണെന്ന് പത്രക്കാർ കുത്തി ചോദിക്കുമ്പോൾ പറയും, ദാ നിൽക്കുന്ന യവനാണ് എൻ്റെ യഥാർത്ഥ ചന്തു എന്ന് അൻവർ പറഞ്ഞിരിക്കും. അതുവരെ നമുക്കിങ്ങനെ വി ഡി സതീശനാണോ, മുസ്ലിം ലീഗാണോ, കുഞ്ഞാലിക്കുട്ടിയാണോ, അതോ പ്രവീൺ കുമാറാണോ എന്നൊക്കെ ചെറിയ സംശയത്തിൽ നമുക്ക് നിൽക്കണം. പക്ഷെ കൂടുതൽ വരാൻ സാധ്യത വി ഡി സതീശനിലേക്കായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.